നമ്മുടെയൊക്കെ ഇൻവെസ്റ്റിംഗ് ജേണി തുടങ്ങിയിട്ടില്ലെങ്കിൽ അത് തുടങ്ങാനും അത് നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടെത്തിക്കാനും വേണ്ടിയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ കൂടെ പഠിക്കാൻ പോകുന്നത്. ഇൻവെസ്റ്റിംഗ് ഇതുവരെ തുടങ്ങിയിട്ടില്ല എന്നുള്ള പേടിയും റിഗ്രറ്റും ഒന്നും ആവശ്യമില്ല. സമാധാനമായിട്ട് ഈ വീഡിയോ മുഴുവൻ കാണുക. നിങ്ങളുടെ ഒരുപാട് ഡൗട്ട്സിനുള്ള ആൻസർ ഈ വീഡിയോയിലുണ്ട്. ഒരുപാട് മലയാളികളുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ എമ്പുരാൻ സിനിമയെക്കാളും മോശമാണ്. കാരണം നമ്മളൊക്കെ വീണ് പോകുന്നത് ഈ ഓവർ ഹൈപ്ഡ് ആയിട്ടുള്ള വാഗ്ദാനങ്ങളിൽ മാത്രമല്ല, ഈ ഓവർ പ്രൈസ്ഡ് ബൈ, എല്ലാവരും കാണുന്നു നമ്മളും കണ്ടേക്കാമെന്ന് പറയുന്നൊരു തോന്നൽ, നഷ്ടപ്പെടുത്തിയ വിലപ്പെട്ട സമയം, അതിനൊക്കെ പുറമെ ഞാനോ അനുഭവിച്ചു ഇനി നീയും കൂടെ അനുഭവിക്കുക എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ തള്ളിവിടുന്ന ഒരു സ്വഭാവം. ഇത് ഈ സിസ്റ്റത്തിന്റെ മാത്രം പ്രോബ്ലം അല്ല, നമ്മൾ തന്നെയാണ് ഇതുപോലുള്ള വിവരക്കേടുകൾ പ്രോത്സാഹിപ്പിക്കുന്നത്. നിങ്ങൾ ഈ ഭൂമിയിൽ എവിടെയാണെങ്കിലും ഒരു മതിലുണ്ട്. ആ മതിലിന്റെ 2 വശത്തും ആളുകളുണ്ട്. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കാര്യങ്ങൾ ഇതൊന്നും നമ്മൾ റിയലൈസ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഒരിക്കലും പണം ഉണ്ടാക്കുന്ന സൈഡിലായിരിക്കില്ല നിൽക്കാൻ പോകുന്നത്. എന്തിനാണ് എന്ന് പോലും അറിയാതെ മതിലിന്റെ അപ്പുറത്തേക്ക് നമ്മൾ പണം എറിഞ്ഞുകൊണ്ടേയിരിക്കും. കാരണം ചുറ്റുമുള്ളവർ അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പുറത്തെ വശത്ത് നിന്നും ആളുകൾ പണം ചാക്കിലാക്കി കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കും. ഇങ്ങനെ പൈസ ചാക്കിലാക്കി കൊണ്ടുപോകാൻ സാധിച്ചില്ല എങ്കിലും എന്തിനാണ് എറിയുന്നത് എന്നെങ്കിലും ഒന്ന് മനസ്സിലാക്കാൻ സാധിച്ചാൽ നമുക്ക് വേണ്ട ഡിസിഷൻസ് എങ്കിലും നമുക്ക് ശരിയായിട്ട് എടുക്കാൻ സാധിക്കും. സോ ഇന്ന് നമ്മളൊരു ഡിഫൻസ് സിസ്റ്റം സെറ്റപ്പ് ചെയ്യാൻ പോകുന്നു. നിങ്ങളുടെ പണത്തെ സേഫ് ആക്കാൻ, അതിനെ നിങ്ങൾക്ക് വേണ്ടി പണിയെടുക്കാൻ വിടാൻ, ആവശ്യമില്ലാതെ അത് മറ്റുള്ളവർക്ക് എറിഞ്ഞു കൊടുക്കാതിരിക്കാൻ, ഇതിനൊക്കെ ഉള്ളൊരു ഡിഫൻസ് സിസ്റ്റം. ഇതൊക്കെ പറയാൻ നീ ആരാ എന്ന് മനസ്സിൽ തോന്നിയവരുണ്ടെങ്കിൽ അത് തികച്ചും സ്വാഭാവികമാണ്. ഞാൻ അച്ചീവ് ചെയ്ത കാര്യങ്ങളും എൻ്റെ ഇൻവെസ്റ്റിങ്ങിനെ പറ്റിയൊക്കെ ഞാൻ മുന്നോട്ട് പറയാം. നമ്മളൊക്കെ പലപ്പോഴും പറഞ്ഞിട്ട് കേട്ടിട്ടുള്ളൊരു ഡയലോഗ് ആയിരിക്കും, ഓ അവനെ കണ്ട നല്ല റിച്ച് ലുക്ക് ഉണ്ടല്ലോ എന്ന്. അതെ, നമ്മളിൽ ഒരുപാട് ആളുകൾക്ക് റിച്ച് ആയില്ലെങ്കിലും സാരമില്ല, ലുക്കിൽ കുറച്ച് റിച്ച് ആയിരുന്നാൽ മതി. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പണം ഇതിനു വേണ്ടി വാരി വലിച്ചെറിയും, എങ്ങനെങ്കിലും കുറച്ച് റിച്ച് ലുക്ക് വരാനായിട്ട്. അടിപൊളി വേഷം, ഷൂസ്, കാറ്, ലോൺ എടുത്ത് വീട്, ഇതെല്ലാം വെക്കും. സീരിയസ് ആയിട്ടും നമ്മളൊക്കെ കൺസേൺഡ് ആവേണ്ടത് റിച്ച് ലുക്ക് വരാനാണോ അതോ ശരിക്കും റിച്ച് ആവാനാണോ? നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ പെട്ടെന്ന് തോന്നിയത് എന്താണെന്ന് ഞാൻ പറയാം. എനിക്ക് റിച്ച് ആവണം എന്നാണ് എൻ്റെ ആഗ്രഹം. എനിക്ക് ഒരുപാട് പൈസ ഉണ്ടാക്കണം. നമ്മുടെ ലൈഫിൽ എന്താണ് അച്ചീവ് ചെയ്യേണ്ടത് എന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഈ മേളിൽ പറഞ്ഞ ഉത്തരവൊക്കെ പറയാൻ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരിക്കും അല്ലേ? ആ ബുദ്ധിമുട്ടിന്റെ കാരണം അങ്ങനെ പറയാനുള്ളൊരു സാഹചര്യം കേരളത്തിൽ ഇല്ലാത്തതുകൊണ്ടാണ്. ഒരു സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയോട് എന്താണ് നിന്റെ അംബീഷൻ എന്ന് ചോദിച്ചാൽ ഞാൻ മേളിൽ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം ആ കുട്ടി പറഞ്ഞാൽ നമുക്ക് ആലോചിക്കാൻ പോലും കഴിയില്ല എന്താണ് ആ കുട്ടിക്ക് പിന്നീട് കിട്ടാൻ പോകുന്ന ഉപദേശങ്ങളുടെ ഓവർഫ്ലോ എന്ന്. കാരണം ഈ പൈസ ഉണ്ടാക്കുക, റിച്ച് ആവുക എന്നൊക്കെ പറയുന്നത് എവിടൊക്കെയോ ഒരു ഈവിൾ അല്ലെങ്കിൽ നെഗറ്റീവുമായിട്ട് നമ്മുടെ നാട്ടിലുള്ള ആളുകൾ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതിന്റെ ഏറ്റവും വലിയൊരു ഐറണി, നമ്മുടെ ചുറ്റുമുള്ള എല്ലാ ആളുകളും രാവിലെ തൊട്ട് കിടന്ന് ഓടുന്നത് ഈ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അത് മാത്രമല്ല, ഹൈ പേയിങ് ജോബ് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള കോഴ്സ് സെലക്ട് ചെയ്ത് പിള്ളേരെ തള്ളിവിടുന്നതും ഇതേ ആളുകൾ തന്നെയാണ്. പക്ഷെ അപ്പോഴും ഇത് തുറന്ന് അക്സെപ്റ്റ് ചെയ്യാൻ എല്ലാവർക്കും മടിയാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ പരിചയപ്പെട്ടുള്ള നല്ലപോലെ കാശ് ഉണ്ടാക്കിയിട്ടുള്ള ആളുകൾ, ഈ നല്ലപോലെ കാശ് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഒരു ആവറേജ് മലയാളി അവരുടെ 2 ജനറേഷനിൽ ഉണ്ടാക്കുന്ന പൈസ ഒരു മാസം വരുമാനമായിട്ട് കിട്ടുന്ന ആളുകൾ, അവരൊന്നും ഈ പൈസ ഉണ്ടാക്കുന്നത് ഒരു മോശം കാര്യമായിട്ട് പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ നമ്മുടെയൊക്കെ ഈ ചുറ്റുമുള്ള ഈ ഒരു പഴയ മൈൻഡ് സെറ്റ് വെച്ചിട്ടോ അതല്ലെങ്കിൽ തോന്നുന്ന കാര്യങ്ങളിലൊക്കെ പൈസ ഒരുപാട് ചിലവാക്കിയാൽ ഒന്നും നമുക്ക് ഒരിക്കലും നമ്മുടെ ലൈഫിൽ വലിയൊരു ചേഞ്ച് കൊണ്ടുവരാൻ സാധിക്കില്ല. സോ ഈ വീഡിയോയിൽ നമ്മൾ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഇൻവെസ്റ്റിംഗ് പ്രിൻസിപ്പിൾസ്, ഇൻവെസ്റ്റിംഗ് സ്ട്രാറ്റജീസ്, സ്റ്റോക്ക് മാർക്കറ്റ്, അതല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് എന്താണ് സംഭവിക്കുന്നത്, ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സേഫ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇങ്ങനത്തെ ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടെ ആഗ്രഹിക്കുന്നത്. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ, ഓർഗനൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ പറയാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് സമാധാനമായിട്ട് ഇതൊന്ന് കേൾക്കാൻ ശ്രമിക്കുക. ഞാൻ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ശ്രമിക്കുന്ന ഒരാൾ മാത്രമാണ് ഞാൻ. ഞാനൊരു ഫിനാൻഷ്യൽ അഡ്വൈസർ അല്ല. ഇൻവെസ്റ്റിംഗ് റിസ്കിയാണ്, പുറത്തിറങ്ങി വണ്ടി ഓടിക്കുന്നതും റിസ്കിയാണ്. രണ്ടും റിസ്കി ആയതുകൊണ്ട് തന്നെ രണ്ടും ചെയ്യാതിരിക്കുക അല്ല നമ്മൾ ചെയ്യേണ്ടത്. ആ റിസ്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി അതിനെപ്പറ്റി പഠിച്ച് മുന്നോട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് ഉപകാരം കിട്ടുന്നത്. നിങ്ങളുടെ അറിവ് ആഴത്തിൽ എത്തിച്ച് നന്നായിട്ട് ഇത് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ സൈഡിൽ നിന്നുള്ള സ്റ്റഡിയും റിസർച്ചും അത്യാവശ്യമാണ്. ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ 100% റിലൈ ചെയ്യരുത്. ഈ പാവപ്പെട്ടവനും പൈസക്കാരും തമ്മിലുള്ള ഗ്യാപ്പ് കൂടി വരുന്നുണ്ട് എന്ന് പല ആളുകളും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ ഗ്യാപ്പ് ഒട്ടും നല്ലതല്ല അല്ലേ? പക്ഷേ നമ്മളൊക്കെ ശ്രമിച്ച് കൂട്ടിക്കൊണ്ട് വരേണ്ട ഒരു ഗ്യാപ്പ് ഉണ്ട്. നമ്മളുടെയൊക്കെ ഇൻകവും എക്സ്പെൻസും തമ്മിലുള്ള ഗ്യാപ്പ്. ഒരു മാസം എനിക്ക് കിട്ടുന്ന ഇൻകം 10,000 രൂപയാണ്, എൻ്റെ എക്സ്പെൻസസ് 9,500 രൂപയാണെങ്കിൽ ആ ഗ്യാപ്പ് 500 രൂപയാണ്. ഈ ഗ്യാപ്പ് ഞാൻ കൂട്ടിക്കൊണ്ട് വരാതെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ലോകത്തിലുള്ള ഏറ്റവും ബെസ്റ്റ് ഇൻവെസ്റ്റിങ്ങിനെ ബേസ്ഡ് ആയിട്ടുള്ള ബുക്ക് വായിച്ചതുകൊണ്ടോ, ഏറ്റവും നല്ല വീഡിയോസ് കണ്ടതുകൊണ്ടോ, ഒരുപാട് നേരം ഇതിനുവേണ്ടി പഠിക്കാൻ ശ്രമിച്ചതുകൊണ്ടോ, രാവിലെ എണീറ്റ് ഗ്രീൻ ടീ കുടിച്ചതുകൊണ്ടോ ഒന്നും ഒരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല. ഈ ഗ്യാപ്പ് കൂടി വരുമ്പോഴാണ് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി കിട്ടുന്നത്. ഈ ഗ്യാപ്പ് വീണ്ടും കൂടി വരുമ്പോഴാണ് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ബാൻഡ് വിട്ട് നമുക്ക് കുറച്ചും കൂടെ വൈഡൻ ആക്കാൻ സാധിക്കുന്നത്. ആ ഗ്യാപ്പ് കൂടിക്കൊണ്ട് വരുമ്പോഴാണ് നമുക്ക് കൂടുതൽ കോൺഫിഡൻസ് ഉണ്ടാവുന്നത്. ഇനി ജോലി നഷ്ടപ്പെട്ടാലും കുറച്ച് നാൾ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നതും ഈ ഗ്യാപ്പ് കൂടിക്കൊണ്ട് വരുമ്പോൾ മാത്രമാണ്. എന്നെ സൈക്കിൾ ഓടിക്കാൻ പഠിപ്പിച്ച എൻ്റെ അപ്പനാണ്. അത് പഠിപ്പിച്ച സമയത്ത് അപ്പം പറഞ്ഞിട്ടുണ്ട്, ദൂരോട്ട് നോക്കി സൈക്കിൾ ഓടിക്കണമെന്ന്, തൊട്ട് താഴെ നോക്കരുത് എന്ന്. അന്ന് ക്ലിയർ ആയിട്ട് അത് മനസ്സിലായില്ല, ജസ്റ്റ് തിയറി ഫോളോ ചെയ്യുകയായിരുന്നു. പക്ഷേ ഈ ഒരു സംഭവം നമ്മുടെ ഇൻവെസ്റ്റിംഗ് ജേർണിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ നോക്കേണ്ടത് നമുക്ക് പോകാനുള്ള നീണ്ട ദൂരമാണ്. ലോങ് ഡിസ്റ്റൻസ് വ്യൂ ആണ് വേണ്ടത്. സൈക്കിൾ ഓടിക്കുമ്പോൾ നമുക്ക് കവർ ചെയ്യാനുള്ള ഡിസ്റ്റൻസ് ആണെങ്കിൽ
ആണെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കവർ ചെയ്യാനുള്ളത് ടൈമാണ്. സോ നമുക്ക് വേണ്ടത് ലോങ് ഡിസ്റ്റൻസ് വ്യൂ അല്ല, ലോങ് ടേം വ്യൂ ആണ്. മാർക്കറ്റ് ഈ വർഷം വീണു, അടുത്ത വർഷം വീഴും, ഈ വർഷം ഇത് പീക്കിലെത്തി, ഇങ്ങനത്തെ ഒരു കാര്യവും നമ്മൾ ശ്രദ്ധിക്കാൻ പാടില്ല. അങ്ങനെ ശ്രദ്ധിക്കേണ്ട ആവശ്യവും നമുക്കില്ല. ബൈ ദ വേ, ഞാൻ ഇൻവെസ്റ്റിംഗ് എന്ന വാക്ക് കുറേ തവണ ഉപയോഗിച്ചു, ഇനി ഈ വീഡിയോയിൽ തന്നെ മുന്നോട്ട് ഉപയോഗിക്കുകയും ചെയ്യും. അപ്പോൾ എന്താണ് ഇൻവെസ്റ്റിംഗ്? ഇൻവെസ്റ്റിംഗ് എന്ന് വെച്ചാൽ മുന്നോട്ട് എന്തിൻ്റെയെങ്കിലും വാല്യൂ കൂടും എന്ന് കരുതി, അതല്ലെങ്കിൽ അത് നമുക്ക് വാല്യൂ കൊണ്ടുതരും എന്നുള്ളൊരു എക്സ്പെക്ടേഷനിൽ നമ്മൾ അത് വാങ്ങിയാൽ അതിനെ നമുക്ക് ഇൻവെസ്റ്റിംഗ് എന്ന് വിളിക്കാം. അത് ഗോൾഡ് ആകാം, ഒരു കോഴ്സ് ആകാം, സ്റ്റോക്ക് മാർക്കറ്റ് ആകാം, ഒരു കോളേജ് ഡിഗ്രി ആവാം, ക്രിപ്റ്റോ ആകാം, റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടി ആവാം, എന്തുമാവാം. അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്നുകിൽ വാല്യൂ കൂടും, അതല്ലെങ്കിൽ വാല്യൂ കൊണ്ടുതരുമെന്ന്. ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. നമ്മൾ കോളേജിൽ ഫീസ് ഒക്കെ കൊടുത്ത് അവിടെ പോയി പഠിച്ച് നമ്മൾ അവിടെ നിന്ന് കുറേ അറിവൊക്കെ നേടുന്നു. അപ്പോൾ അവിടെ നിന്ന് പഠിച്ചു, അറിവ് നേടി, നമ്മൾ ഇന്റലക്ച്വലി വാല്യൂ ഉള്ള ഒരാളായിട്ട് മാറി. അതിനുശേഷം നമ്മൾ ആ കോളേജിൽ നിന്ന് പുറത്തിറങ്ങി ആ വാല്യൂ നമ്മൾ പുറത്ത് ഒരു കമ്പനിയിൽ കൊണ്ട് കൊടുക്കുന്ന സമയത്ത് ആ വാല്യൂവിന് പകരമായിട്ട് അവർ നമുക്ക് സാലറി തരും. അപ്പോൾ നമ്മൾ ആ കോളേജ് ഫീ ആയിട്ട് കൊടുത്തതും നമ്മൾ അവിടെ സമയം സ്പെൻഡ് ചെയ്തതും ഈ ഒരു വാല്യൂവിന് വേണ്ടിയിട്ടാണ്. അത് നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റ് ആയിരുന്നു. ആ ഫീസും നമ്മുടെ സമയവും ഇൻവെസ്റ്റ്മെന്റ് ആയിരുന്നു. അതേപോലെ തന്നെ നമ്മളൊരു വീട് വാങ്ങി അത് റെന്റ് ചെയ്താൽ അവിടെ നിന്ന് നമുക്ക് റെന്റ് കിട്ടും. അതല്ലെങ്കിൽ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ കയറി ഒരു സ്റ്റോക്ക് വാങ്ങിച്ചത് ഹോൾഡ് ചെയ്താൽ കുറേ വർഷങ്ങൾക്ക് ശേഷം ആ സ്റ്റോക്കിന്റെ വില കൂടിയാൽ നമുക്കത് വിൽക്കാം, കൂടുതൽ പൈസ ഉണ്ടാക്കാം. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഫ്യൂച്ചറിൽ കൂടുതൽ വാല്യൂ കിട്ടും എന്ന് പ്രതീക്ഷിച്ച് നമ്മൾ ഇപ്പോൾ പൈസ മുടക്കുന്നു. ഇതൊക്കെ ചെയ്തിട്ട് ആരെങ്കിലും പൈസ ഉണ്ടാക്കിയിട്ടുണ്ടോ? യെസ്, ഒരുപാട് ആളുകൾ ഒരുപാട് പൈസ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇൻവെസ്റ്റിംഗും SIP കൊണ്ട് മാത്രം വളരെ ചെറിയ നിലയിൽ നിന്ന് ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്തിയ ഒരുപാട് ആളുകളുടെ സ്റ്റോറീസ് നമുക്ക് ഇന്റർനെറ്റിൽ നിന്നും വായിക്കാൻ സാധിക്കും. ഇങ്ങനെ സ്റ്റോറീസ് ഒന്നും പബ്ലിഷ് ചെയ്യാത്ത ആയിരക്കണക്കിന് ആളുകളും വേറെ കാണും. അപ്പോൾ എങ്ങനെയാണ് ഇവരൊക്കെ ഈ ലെവലിൽ എത്തിയത്? എന്താണ് നമ്മൾ ചെയ്യാത്ത ഇവരൊക്കെ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ? ഒന്നല്ല, 100 കണക്കിന് മാർഗങ്ങളുണ്ട് ഇതിന്. ഡേവ് റാംസേ, ഇയാളല്ല, ഇത് ഗോർഡൻ റാംസേ. ഡേവ് റാംസേ അമേരിക്കയിലെ ഒരു ഫിനാൻഷ്യൽ അഡ്വൈസർ ആണ്, ഒരു റേഡിയോ പേഴ്സണാലിറ്റി ആണ്, യൂട്യൂബ് ചാനലുള്ള ഒരാളാണ്. ഡേവ് റാംസേയുടെ കമ്പനി റാംസേ സൊല്യൂഷൻസ് 2022 നടത്തിയ ഒരു സ്റ്റഡി ഉണ്ട്. ആ സ്റ്റഡിയിൽ അവർ കണ്ടെത്തിയത് 75% മില്യണേഴ്സും സ്റ്റോക്ക് മാർക്കറ്റിലോ സ്റ്റോക്കിലോ കൺസിസ്റ്റന്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ്. അവരൊക്കെ ഇൻഡെക്സ് ഫണ്ട്, ഇൻഡിവിജ്വൽ ഫണ്ട്സ്, റിട്ടയർമെന്റ് ഫണ്ട്, ഇങ്ങനത്തെ പല അക്കൗണ്ടുകൾ വഴിയാണ് അവരൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഞാൻ ഈ മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ ഞാൻ മുന്നോട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. പ്രത്യേകിച്ച് റിട്ടയർമെന്റ് അക്കൗണ്ട്. ഇപ്പോൾ US ലാണെന്നുണ്ടെങ്കിലും ഞാൻ ഇപ്പോൾ താമസിക്കുന്ന ന്യൂസിലൻഡിലാണെങ്കിലും സാലറിയുടെ ഒരു പോർഷൻ എടുത്തിട്ട് ഗവൺമെന്റ് തന്നെ നമ്മളെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് തന്ന് സഹായിക്കാറുണ്ട്. പക്ഷേ ഇന്ത്യയിലെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ സിമിലർ ആയിട്ട് അല്ലെങ്കിലും ഇതിനോടൊക്കെ അടുപ്പിച്ച് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് നമ്മുടെ നാട്ടിലുണ്ട്. നമുക്ക് അതിനെപ്പറ്റിയൊക്കെ മുന്നോട്ട് നോക്കാം. പക്ഷേ അതിന് മുന്നേ കയ്യിൽ ഇഷ്ടം പോലെ കാശുള്ളവരെക്കാളും ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ടുള്ളത് നമ്മളെ പോലുള്ള ആളുകളാണ് എന്ന് പറയാനുള്ള കാരണം എന്താണ്? എല്ലാ വർഷവും എന്തെങ്കിലും ഒരു കാരണത്താൽ ഒരു തവണയെങ്കിലും ഹോസ്പിറ്റലിൽ പോയിട്ടുള്ള ആളുകളായിരിക്കും മിക്ക ആളുകളും. വലിയ ട്രീറ്റ്മെന്റ് ഒന്നും വേണമെന്നില്ല, ജസ്റ്റ് ഡോക്ടറിനെ ഒന്ന് കൺസൾട്ട് ചെയ്യാനെങ്കിലും വർഷത്തിൽ ഒരിക്കലെങ്കിലും ഹോസ്പിറ്റലിൽ പോകുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഞാൻ പറയുന്നത് ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ പുറകിൽ ഒരു വീട് ക്ലിനിക്കായിട്ട് കൺവേർട്ട് ചെയ്ത് പ്രൈവറ്റ് ക്ലിനിക്ക് നടത്തുന്ന ഡോക്ടർമാരെ പറ്റിയല്ല, അതല്ലെങ്കിൽ അങ്ങനത്തെ ക്ലിനിക്കിനെ പറ്റിയല്ല, പ്രോപ്പർ ആയിട്ട് ടാക്സ് കൊടുത്ത് മുന്നോട്ട് പോകുന്ന ഹോസ്പിറ്റൽസിനെ പറ്റിയാണ്. അതേപോലെ ഒരു ഹോസ്പിറ്റലിൽ കഴിഞ്ഞ 5 വർഷത്തിൽ എല്ലാ വർഷവും ഒരു തവണയെങ്കിലും നിങ്ങൾ കൺസൾട്ടിങ്ങിനായിട്ട് പോയിട്ടുണ്ടെങ്കിൽ 5 വർഷം മുന്നേ നിങ്ങൾ കൊടുത്ത കൺസൾട്ടിംഗ് ഫീയും ഈ വർഷം നിങ്ങൾ കൊടുത്ത കൺസൾട്ടിംഗ് ഫീയും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ് എന്ന് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. കൊച്ചി, ബാംഗ്ലൂർ പോലെയുള്ള സ്ഥലത്ത് റെന്റിൽ താമസിക്കുന്ന ആളുകൾ, അവർക്ക് റെന്റ് താങ്ങാൻ പോലും പറ്റാതെ അവർ സിറ്റിയിൽ നിന്ന് ഒരുപാട് മാറി താമസിച്ച് 1 മണിക്കൂർ 1.5 മണിക്കൂറും ഒക്കെ ഡ്രൈവ് ചെയ്ത് വന്ന് ജോലി ചെയ്ത് തിരിച്ചു പോകുന്ന ആളുകളുണ്ട്. ഇങ്ങനെ എല്ലാ സംഭവത്തിനും വില കൂടി വരുന്നതിനെ നമുക്ക് ഇൻഫ്ലേഷൻ എന്ന് വിളിക്കാം. വില കൂടുന്നതും ഇൻഫ്ലേഷനും ഒന്നാണോ? അല്ല. കൂടുതൽ ടെക്നിക്കാലിറ്റിയിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷേ എങ്കിലും നമ്മുടെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ ആ ഒരു കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കാനായിട്ട് വില കൂടുന്നതിനെ നമുക്ക് ഇൻഫ്ലേഷൻ എന്ന് കരുതിയാലും കുഴപ്പമൊന്നുമില്ല. ഓൺ എ ഹോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന പണത്തിന്റെ വാല്യൂ കുറയുന്നു. കയ്യിലിരിക്കുന്ന 100 രൂപയ്ക്ക് ഇന്ന് വാങ്ങിച്ചു തരാൻ പറ്റുന്ന അത്ര സാധനങ്ങൾ നാളെയോ അതല്ലെങ്കിൽ ഒരു മാസത്തിന് ശേഷമോ വാങ്ങിച്ചു തരാൻ കഴിയുന്നില്ലെങ്കിൽ അതിനെ നമുക്ക് ഇൻഫ്ലേഷൻ എന്ന് വിളിക്കാം. അരിക്ക് വില കൂടി, ചായക്ക് വില കൂടി എന്നൊക്കെ പറഞ്ഞ പല എക്സാമ്പിൾസും ഞാൻ എൻ്റെ മുന്നിലുള്ള പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇന്ന് എടുത്ത 2 എക്സാമ്പിൾസ്, ഒന്ന് റെന്റും 2 ഹോസ്പിറ്റലുമാണ്. അതിന്റെ കാരണം മെഡിക്കൽ എക്സ്പെൻസസ്, എഡ്യൂക്കേഷൻ, റെന്റ്, അതല്ലെങ്കിൽ ഈ സെക്ടേഴ്സിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇൻഫ്ലേഷൻ സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒഫീഷ്യലായിട്ട് ഗവൺമെന്റ് പറയുന്ന ഇൻഫ്ലേഷൻ ചിലപ്പോൾ 6%, 7% ഒക്കെ ആയിരിക്കും. പക്ഷേ എല്ലാ സെക്ടറിലും ഈ 6%, 7% ഒന്നും അല്ല. മെഡിക്കൽ സെക്ടറിലും എഡ്യൂക്കേഷൻ സെക്ടറിലും ഒക്കെ 12-15% വരെയൊക്കെയാണ് എന്ന് പല കണക്കുകളും പറയുന്നുണ്ട്. ഇതിന്റെ ഒരു ഫിയർഫുൾ ട്രൂത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരു തരത്തിലും ഒഴിവാക്കാൻ പറ്റാത്ത കാര്യങ്ങൾ, എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ, റെന്റ്, ഇതുപോലത്തെ സംഭവങ്ങളിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇൻഫ്ലേഷൻ ഉള്ളത്. ഇപ്പോൾ ഉള്ളത് എന്ന് മാത്രമല്ല, ഇനി അങ്ങോട്ട് വരാൻ സാധ്യത ഉള്ളത്. ആഹാര സാധനങ്ങളും ഫ്യൂവലിലും ഒക്കെ ഉണ്ടാവുന്ന ഇൻഫ്ലേഷൻ നമ്മളെ ബാധിക്കുന്നില്ല എന്നല്ല ഞാൻ പറഞ്ഞു വന്നത്, അതും നമ്മളെ നല്ല രീതിയിൽ ബാധിക്കും. ചുരുക്കി പറഞ്ഞാൽ മുന്നോട്ട് ജീവിക്കാൻ നമുക്ക് അത്യാവശ്യമായിട്ടുള്ള എല്ലാ കാര്യത്തിലെയും ഇൻഫ്ലേഷൻ നമുക്ക് താങ്ങാൻ പറ്റുന്നതിനും മുകളിലായിരിക്കും. ഈ ഇൻഫ്ലേഷൻ എന്ന് പറയുമ്പോൾ ഇൻഫ്ലേഷൻ എല്ലാ സമയത്തും ഒരു വില്ലനാണ് എന്നൊന്നും കരുതണ്ട. ചെറിയ ലെവലിലുള്ള ഇൻഫ്ലേഷൻ വളരെ നല്ലതാണ്. ആളുകൾ പണം എടുത്ത് കയ്യിൽ വെച്ചുകൊണ്ടിരിക്കാതിരിക്കാനും ഇക്കണോമി വളരാനും ആളുകളിൽ സ്പെൻഡിങ് ശീലം കുറച്ചൊക്കെ എങ്കിലും
ഉണ്ടാക്കാനും ഒക്കെ ഈ ഇൻഫ്ലേഷൻ സഹായിക്കും. പക്ഷേ അത് കുറച്ചാണെങ്കിൽ മാത്രം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്ന പൈസ നമ്മൾ ഇൻവെസ്റ്റ് ഒന്നും ചെയ്യാതെ നമ്മൾ സൂക്ഷിച്ച് എവിടെയെങ്കിലും മാറ്റി വെച്ചാൽ അതിന്റെ മൂല്യം കുറയും. കുറേ വർഷം കഴിയുമ്പോൾ ഈ പണത്തിന് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും വാങ്ങിത്തരാൻ പറ്റാത്ത തരത്തിൽ ഇതിന്റെ മൂല്യം നഷ്ടപ്പെടും. വലിയ ലെവലിൽ വരുമാനമുള്ള ആളുകൾക്ക്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 20 ലക്ഷം 30 ലക്ഷം ഒക്കെ മാസ വരുമാനം തന്നെ ഉള്ള ആളുകൾക്ക്, അങ്ങനെയുള്ള ആളുകളൊന്നും ഇല്ല എന്നൊന്നും കരുതണ്ട, അങ്ങനെയുള്ള ആളുകളൊക്കെ ഇഷ്ടം പോലെ കേരളത്തിൽ തന്നെയുണ്ട്. അപ്പോൾ ഈ പറയുന്ന ആളുകളൊന്നും പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റ് ചെയ്തില്ല എങ്കിൽ എന്ത് സംഭവിക്കും? അവർക്ക് ഭാവിയിൽ കിട്ടാൻ പോകുന്ന ഹ്യൂജ് ഗ്രോത്ത് അവർക്ക് ചിലപ്പോൾ നഷ്ടപ്പെട്ടേക്കാം. പക്ഷേ നമ്മളെ പോലുള്ള സാധാരണ ആളുകൾ ഇത് ചെയ്തില്ല എങ്കിൽ നമുക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് ഈ ഗ്രോത്ത് മാത്രമല്ല, നമ്മുടെയൊക്കെ സർവൈവൽ പോലും ചിലപ്പോൾ പ്രോബ്ലമാറ്റിക് ആയേക്കാം. ഇതുകൊണ്ടാണ് കാശുള്ള ആളുകൾ ഇൻവെസ്റ്റിംഗ് മിസ് ചെയ്താൽ പോലും നമ്മളെ പോലുള്ള സാധാരണക്കാർ ഒരു കാരണവശാലും ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്ന പരിപാടി മിസ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്. ഇനി അടുത്തത്, ഞാൻ എൻ്റെ ഇൻവെസ്റ്റിംഗ് സ്റ്റോറി ഞാൻ ഷെയർ ചെയ്യാം. അതിൽ നിന്ന് ഞാൻ പഠിച്ചതും നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. ജോലിയിൽ കയറി എൻ്റെ ആദ്യത്തെ വർഷം എല്ലാ മാസവും ഓടി തീരാൻ പറ്റുന്ന അത്ര പൈസ പോലും കയ്യിലില്ല. പക്ഷേ എൻ്റെ ഉള്ളിൽ എനിക്ക് അന്നും അറിയാമായിരുന്നു ഇങ്ങനെയൊന്നും അല്ല പണം ഡീൽ ചെയ്യേണ്ടത് എന്ന്. പക്ഷേ ആ സമയത്ത് ഇത്രത്തോളം പുസ്തകങ്ങളും യൂട്യൂബ് വീഡിയോസും ഒന്നും എൻ്റെ സർക്കിളിൽ അവൈലബിൾ ആയിട്ടില്ല. വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം വായിക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും തുടങ്ങി. ആ സമയത്ത് മലയാളത്തിൽ അവൈലബിൾ ആയിട്ടുള്ള 1-2 യൂട്യൂബ് ചാനൽസ് ഉണ്ടായിരുന്നു. അവർക്ക് രണ്ടുപേർക്കും അസറ്റ് മാനേജ് ചെയ്യുന്ന ഫേംസും ഉണ്ടായിരുന്നു. ഞാൻ ഇവരെ രണ്ടുപേരും കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചു എനിക്ക് ഹെൽപ്പ് തരുന്നതിനായിട്ട്. പക്ഷേ അതിൽ ഒരാൾ അത്യാവശ്യം നല്ല രീതിയിൽ സംസാരിച്ചു എങ്കിൽ പോലും രണ്ടാമത്തെ ആൾ വളരെ മോശമായിട്ടാണ് എന്നോട് സംസാരിച്ചത്. അപ്പോൾ അന്ന് എനിക്ക് മനസ്സിലായ കാര്യം, നമ്മൾ ഈ 5000 രൂപയും 10,000 രൂപയും ഒന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ അങ്ങോട്ട് കൊണ്ട് ചെല്ലുന്ന സമയത്ത് ഇവർക്ക് നമ്മളോട് വലിയ ഇൻട്രസ്റ്റ് കാണില്ല എന്ന് മാത്രമല്ല, അവരുടെ ബിസിനസ്, അവരുടെ ആ വലിയൊരു ഫേം അവർക്ക് റൺ ചെയ്തുകൊണ്ട് പോകണമെങ്കിൽ എന്നെ പോലുള്ള ആളുകൾ അവിടെ പോയി ഇൻവെസ്റ്റ് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. അതല്ലെങ്കിൽ എന്നെ പോലുള്ള ആളുകൾ അവരുടെ ക്ലയന്റ് ആയിട്ട് അവർക്ക് കാര്യമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല എന്ന് എനിക്ക് അന്ന് മനസ്സിലായി. പിന്നീട് ഞാൻ സ്വയം ചിന്തിച്ചു തുടങ്ങി. സ്കൂളിലും കോളേജിലും ഒക്കെ അത്യാവശ്യം മോശമില്ലാതെ പഠിക്കുമായിരുന്നു. പിന്നെ എന്തുകൊണ്ട് ഈ കാര്യം സ്വന്തമായിട്ട് പഠിച്ചുകൂടായിരുന്നു? വർഷമൊന്നും കൃത്യമായിട്ട് ഓർമ്മയില്ല. പക്ഷേ എൻ്റെ ഡിസ്കൗണ്ട് ബ്രോക്കറിന്റെ അക്കൗണ്ട് ഒക്കെ ഞാൻ ആ സമയത്താണ് സെറ്റപ്പ് ചെയ്തത്. അവിടെ നിന്നും രാജ്യം മാറി, ഡിസ്കൗണ്ട് ബ്രോക്കർ മാറി. പക്ഷേ ഒരിക്കലും ഞാൻ എൻ്റെ ഇൻവെസ്റ്റിംഗ് സ്റ്റോപ്പ് ചെയ്തിട്ടില്ല. ഒരുപാട് ഇഷ്ടം പോലെ മിസ്റ്റേക്സ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഒന്നും അത്ര സിവിയർ ഒന്നും ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ വലിയ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവാതാണ് ഇതുവരെ എൻ്റെ ഇൻവെസ്റ്റിംഗ് ജേണി മുന്നോട്ട് പോയത്. ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത, നിങ്ങളും ചെയ്യാൻ പാടില്ലാത്ത 3 മിസ്റ്റേക്സ് ഞാൻ പെട്ടെന്ന് പറയാം. ഒന്നാമത്തത്, മാർക്കറ്റ് എങ്ങോട്ട് പോയാലും നിങ്ങളുടെ ഇൻവെസ്റ്റിംഗ് നിർത്തരുത്. രണ്ടാമത്തത്, ന്യൂസ് കണ്ട് ഓവർ റിയാക്ട് ചെയ്യരുത്, അത് വാങ്ങാനാണെങ്കിലും വിൽക്കാനാണെങ്കിലും. ഇനി മൂന്നാമത്, പറ്റുമെങ്കിൽ ഒരു ഡിസ്കൗണ്ട് ബ്രോക്കറിനെ തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി ഞാൻ വരുത്തിയ മിസ്റ്റേക്സ് നിങ്ങൾ ഒരിക്കലും വരുത്തരുത് എന്നുള്ളത് 3 ഞാൻ പറയാം. ഒന്നാമത്, ഒന്ന് മനസ്സ് വെച്ചാൽ ഇതിനെപ്പറ്റി അത്യാവശ്യം നല്ല രീതിയിൽ പഠിക്കണം എന്ന് നിങ്ങൾക്ക് ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ആവശ്യമില്ലാതെ കോഴ്സ് ഒന്നും എടുത്ത് പൈസ കളയണം എന്നില്ല, അത് എൻ്റെ കോഴ്സ് ആണെങ്കിൽ പോലും. ഇനി രണ്ടാമത്, സ്റ്റോക്ക് മാർക്കറ്റ് മാത്രമാണ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് കരുതുന്നത് ഒരു മിസ്റ്റേക്ക് ആണ്. ഒരുപാട് വേറെ ഓപ്ഷൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കുക. 3, മണി ഗ്രോ ചെയ്യുന്നത് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് മണി പ്രിസർവ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്ന സംഭവം തുടങ്ങുന്ന സമയത്ത് തന്നെ നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായിരിക്കും. എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്നറിയില്ലായിരിക്കും. നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ ചെയ്തിരിക്കുന്ന ഈ വീഡിയോസ്, ഈ പ്ലേലിസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് പഠിക്കാൻ സാധിക്കും. ഈ പ്ലേലിസ്റ്റ് ഫുള്ള് ബിഗിനേഴ്സിനുള്ള വീഡിയോ ആണ്. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ അത് കാണാം. എങ്കിലും പെട്ടെന്ന് ക്വിക്കായിട്ട് ഞാനൊന്ന് പറയാം. നമ്മുടെയൊക്കെ സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഒരു സ്പെസിമെൻ എന്ന് പറയാൻ സാധിക്കുന്ന ഒന്നാണ് ഇൻഡെക്സ് ഫണ്ട് എന്ന് പറയുന്നത്. അത് നമ്മുടെ ഇന്ത്യയിലെ സ്റ്റോക്ക് മാർക്കറ്റ് മാത്രമല്ല, ലോകത്തിലുള്ള എല്ലാ സ്റ്റോക്ക് മാർക്കറ്റിനും ഉണ്ട്. അതേപോലെ തന്നെ സേഫ് ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ലിക്വിഡ് ഫണ്ട്സ്, പിന്നെ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പല ഓപ്ഷൻസും ഉണ്ട്. ഇതെല്ലാം തുടക്കക്കാർക്ക് കൺസിഡർ ചെയ്യാം. പിന്നെ ഇതിനോടൊക്കെ ഒപ്പം നമുക്ക് ചെറിയൊരു പോർഷൻ FDയും കൺസിഡർ ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ നിൽക്കുന്ന രാജ്യത്ത് ഗവൺമെന്റ് തന്നെ നമ്മുടെ സാലറിയുടെ ചെറിയൊരു പോർഷൻ എടുത്തിട്ട് നമ്മുടെ എംപ്ലോയറിനോടും കൂടെ ആ ഒരു പോർഷൻ ഇതിനോട് കൂടി ആഡ് ചെയ്യാൻ പറയും. അതിനുശേഷം ഗവൺമെന്റും കൂടെ കുറച്ച് പൈസ ഇട്ടതിന് ശേഷം ഈ ഹോൾ സം നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഇവർ തരുന്നുണ്ട്. ആ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമുക്ക് വേണമെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഇതൊരു റിട്ടയർമെന്റ് പ്രോഗ്രാം പോലെയാണ്. നമ്മുടെ ഇന്ത്യയിലുള്ള EPF എക്സാക്ട്ലി സിമിലർ അല്ലെങ്കിലും വളരെ സിമിലർ ആണ്. എനിക്ക് വായിക്കാൻ സാധിച്ചു 2015 തൊട്ട് EPF എന്ന് പറയുന്ന സിസ്റ്റം ചെറിയൊരു പോർഷൻ സ്റ്റോക്ക് മാർക്കറ്റിലായിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നും. അപ്പോൾ അതിനോടൊക്കെ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും അതൊന്ന് വാച്ച് ചെയ്യുക. എംപ്ലോയറിന്റെ കോൺട്രിബ്യൂഷൻസ് ഉണ്ട്, ടാക്സ് ബെനിഫിറ്റ്സ് ഉണ്ട്, ഗവൺമെന്റിന്റെ ഗ്യാരണ്ടി ഉണ്ട്. നിങ്ങൾക്ക് നാട്ടിൽ നിൽക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ റിട്ടയർമെന്റിനെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്ന ഒരു സംഭവം കൂടിയാണ് അത്. ഇനി ചെറിയ ഒരു ടെയിലൻഡ്, ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞത് ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന ഒരു സംഭവത്തെ പറ്റിയാണ്. ഇക്കണോമിക് ഇൻഫ്ലേഷൻ, അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്ന ഒരു ഇൻഫ്ലേഷൻ ഉണ്ട്. ഈ ഇൻഫ്ലേറ്റ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? വലുതാകുക എന്നാണ്. ഈ ഇൻഫ്ലേറ്റബിൾ ബെഡ്, ബലൂൺ ഇൻഫ്ലേറ്റ് ചെയ്തു എന്നൊക്കെ കേട്ടിട്ടില്ലേ? നമുക്ക് ഈ കാറ്റൊക്കെ അടിച്ച് വീർപ്പിച്ചെടുക്കാൻ പറ്റുന്നതാണ് ഈ ഇൻഫ്ലേറ്റബിൾ ബെഡ് എന്ന് പറയുന്നത്. ഐഡിയ മനസ്സിലായില്ലേ എന്താണ് ഈ വാക്കിന്റെ മീനിങ് എന്ന്? ഇനി ഞാൻ ഒരാളുടെ സ്റ്റോറി പറയാം. നമുക്ക് എല്ലാവർക്കും ആ സ്റ്റോറി നന്നായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. അദ്ദേഹത്തിന് ആദ്യം ജോലി കിട്ടിയ സമയത്ത് സാലറി 20,000 രൂപയായിരുന്നു. ആ സമയം ഫ്രണ്ട്സ് എല്ലാവരും ചേർന്ന് ഒരു ഫ്ലാറ്റ് എടുത്തു. അവിടെ എല്ലാവരും കൂടെ ചേർന്ന് ഷെയർ ചെയ്ത് കുക്ക് ചെയ്തു, ഷെയർ ചെയ്ത് നെറ്റ്ഫ്ലിക്സും എടുത്തു. പിന്നെ സാലറി കൂടി 30,000 രൂപയൊക്കെ ആയപ്പോൾ ഫുഡ് ഇടയ്ക്ക് പുറത്തുനിന്നാക്കി. പിന്നെ EMI വെച്ചൊരു ബൈക്ക് വാങ്ങി. പിന്നെയും സാലറി കൂടി ഒരു 40,000 ഒക്കെ ആയപ്പോൾ സ്വന്തമായിട്ട് ചെറിയൊരു ഫ്ലാറ്റ് എടുത്ത് മാറി. നെറ്റ്ഫ്ലിക്സ് ഒക്കെ സ്വന്തമായിട്ട് എടുത്തു. പിന്നെ അതിനോടൊപ്പം തന്നെ മറ്റു കുറച്ച് സബ്സ്ക്രിപ്ഷൻസ്. നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന ഒരാളുടെ സാലറി കൂടിയ സമയത്ത് അവരുടെ ലൈഫ് സ്റ്റൈൽ
അപ്ഗ്രേഡ് ആയി എന്നാണ്. അത് വളരെ വളരെ നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഈ ലൈഫ് സ്റ്റൈൽ അപ്ഗ്രേഡിന് ശേഷം സംഭവിക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. അതിനെയാണ് ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. നമ്മൾ വളരെ പ്ലാൻ ചെയ്ത് ചെയ്യുന്നതാണ് ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷൻ എങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്ന സംഭവമാണ് ഈ ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ജോലിയൊക്കെ തുടങ്ങുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന സാലറിയുടെ ഇരട്ടിയോ മൂന്നിരട്ടിയോ സാലറി ഇപ്പോൾ ഉണ്ടെങ്കിൽ പോലും ആ പണത്തിന് നമുക്ക് ഫ്രീഡം വാങ്ങിച്ചു തരാൻ സാധിക്കുന്നില്ല. നമുക്ക് ആവശ്യമില്ലെങ്കിൽ പോലും നമ്മൾ ഒരു വലിയ വീട്ടിലേക്ക് മാറിയാൽ, റെന്റിന് താമസിക്കാൻ തുടങ്ങിയാൽ, വലിയൊരു കാർ വാങ്ങിച്ചാൽ, അതല്ലെങ്കിൽ ചുറ്റുമുള്ള പല കാര്യങ്ങളും നമ്മൾ അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിച്ചു പോകാൻ സാധിക്കില്ല. ലൈഫ് സ്റ്റൈൽ അപ്ഗ്രേഡ് എന്ന് പറയുന്നത് പ്ലാൻഡ് ആയിരിക്കും, നെസസറി ആയിരിക്കും, വാല്യൂ ഡ്രിവൺ ആയിരിക്കും. പക്ഷേ ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് ആയിരിക്കും, ഇമോഷണൽ ആയിരിക്കും, സ്റ്റേറ്റസ് ഡ്രിവൺ ആയിരിക്കും. ഈ സ്റ്റേറ്റസ് ഡ്രിവൺ എന്ന വാക്കിന്റെ അർത്ഥം നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കൂ, ഞാനത് പറയുന്നില്ല. അപ്പോൾ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഈ വീഡിയോയിൽ കൂടെ പറഞ്ഞു. കുറേ കാര്യങ്ങൾ അല്ലെങ്കിൽ കുറേ തിയറി നമ്മൾ മനസ്സിലാക്കുന്നതിനും അപ്പുറം നമ്മുടെ മൈൻഡ് സെറ്റിന്റെ ഒരു ഷിഫ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് മാത്രമാണ് ഇത്രയും നീളത്തിൽ ഇന്ന് സംസാരിക്കാമെന്ന് കരുതിയത്. വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഈ വീഡിയോയുടെ ഈ ഒരു എൻഡ് വരെയെങ്കിലും എത്തിയിട്ടുണ്ടായിരിക്കൂ എന്ന് എനിക്ക് ഉറപ്പാണ്. ഒരാൾ അവർക്ക് ഈ തരത്തിലുള്ളൊരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ, സിമിലർ ആയിട്ടുള്ള വീഡിയോസ് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യൂ. ഏതെങ്കിലും യൂണീക്ക് ആയിട്ടുള്ള വേർഡ് കമന്റ് ചെയ്തോളൂ. മേ ബി ഡാൻസിങ് ഡക്ക് എന്ന് കമന്റ് ചെയ്തോളൂ. അതല്ലെങ്കിൽ എമ്പുരാൻ സിനിമയെ കളിയാക്കിക്കൊണ്ടാണല്ലോ നമ്മൾ ഈ വീഡിയോ തന്നെ തുടങ്ങിയത്. ഡാൻസിങ് ഡക്ക് എന്ന് കമന്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തുടരും എന്ന് കമന്റ് ചെയ്താലും മതി. നല്ലതിനെ അപ്രീഷിയേറ്റ് ചെയ്യാനും നമ്മൾ പഠിക്കണ്ടേ. ഡാൻസിങ് ഡക്ക് എന്ന് കമന്റ് ചെയ്താലും തുടരും എന്ന് കമന്റ് ചെയ്താലും ഇത് എന്താണ് എന്ന് നിങ്ങൾ അവിടെ പറയരുത്. കാരണം എത്ര ഡാൻസിങ് ഡക്സ് എന്റെ ഓഡിയൻസിനിടയിൽ ഉണ്ട് എന്ന് എനിക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. കൂടുതൽ ആളുകൾ കാണുന്നുണ്ടോ, ഇതിന് ഒരുപാട് വ്യൂസ് ഉണ്ടോ എന്നൊന്നും ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല. സിമിലർ ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും വേണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് തുടരും. അപ്പം ബൈ.